Welcome to once Quantitative Aptitude മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് ട്രിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് യൂഷ്വലി ചിലപ്പോൾ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് കിട്ടണമെന്നില്ല. നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് എടുത്തത് ചെയ്യാനായിട്ടുള്ള സമയം ചിലപ്പം എക്സാമിൻ്റെ സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഈ ട്രിക്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ആപ്റ്റിറ്റ്യൂഡ് എക്സാംസിനും most of the aptitude exams are not having a calculator. So ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് ഈ സെഷൻ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ വിത്തൗട്ട് മച്ച് ഫർദർ ഡിലേ ഐ എം പ്രൊസീഡിങ് ഫർദർ വിത്ത് ദ സെഷൻ. സോ നിങ്ങളൊക്കെ കാൽക്കുലേഷൻസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ച് കാൽക്കുലേഷൻസ് എന്തായാലും ചെയ്യേണ്ടി വരും. സോ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരി, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലും പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ റേഷ്യോ പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്താണെങ്കിലും ഇൻ ബിറ്റ്വീൻ കുറച്ച് കാൽക്കുലേഷൻസ് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതെങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കത് വേഗം മനസ്സിൽ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സീ ഹൗ വി ക്യാൻ സബ്സ്ട്രാക്ട് നമ്പേഴ്സ് റിയലി ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു സബ്സ്ട്രാക്ഷൻ വന്നു. നിങ്ങൾ നേരെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ 52 - 33 ചെയ്യണം. അപ്പോൾ നിങ്ങൾ 52 - 33 എന്നൊക്കെ ചെയ്ത് ആൻസർ എടുത്ത് തിരിച്ച് നിങ്ങളുടെ പേപ്പറിലേക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന പേപ്പറിലേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾ കുറേ സമയം പോകും. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ സമയമില്ല. ഇറ്റ്സ് എ ടൈം ഗെയിം. അപ്പം അത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്കൊരു ടേബിൾ ഇവിടെ കാണാൻ പറ്റും. 1 2 3 4 5 then 5 6 7 8 9. So 1 and 9 are connected, 2 and 8 are connected, 3 and 7 are connected, 4 and 6 are connected, 5 and 5 are connected. ഇപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പം യൂഷ്വലി ഇപ്പം നമുക്കൊരു നമ്പർ വന്നു 68 - 23. ഇത് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അധികം സമയം എടുക്കില്ല, കാരണം നമ്മൾ നേരെ ഇങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. സോ 6 - 8 - 3 5, 6 - 2 4, 45 കഴിഞ്ഞു. ഇത്രയും കാര്യമുള്ളൂ. പക്ഷെ നമുക്ക് ഇതിപ്പോൾ 61 - 13 എന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 61 - 23 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കുറേ സമയം എടുക്കും, കാരണം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ നമ്മൾ 1 എടുത്ത് ഇപ്പുറത്തേക്ക് ഇടും, പിന്നെ നമ്മൾ 11 എഴുതും, പിന്നെ നമ്മൾ 11 - 3 മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കും, പിന്നെ നമ്മൾ ഇവിടുന്ന് 1 കുറയ്ക്കും, പിന്നെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. വെൻ ദിസ് നമ്പർ ഓൺ ദ ടോപ്പ് ഈസ് ലെസ് ദാൻ ദിസ് നമ്പർ അല്ലേ. അപ്പോൾ ആ സമയത്താണ് നമ്മൾക്ക് കാൽക്കുലേഷന് അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുക. അപ്പോൾ അതിന് ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നിക്കാണിത്. സോ 1 and 9 are connected, 2 and 8 are connected, 3 and 7 are connected, 4 and 6 are connected, 5 and 5 are connected. So let's do 52 - 33. അപ്പോൾ യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ നമ്മൾ 1 എടുക്കും, ഇവിടെ നമ്മൾ 12 എന്ന് എഴുതും, പിന്നെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. സോ ദാറ്റ് കിൽസ് ദ ടൈം. സോ അതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സോ വാട്ട് ഈസ് 3 - 2? സോ 3 - 2 is 1 and 1 is connected to 9 അല്ലേ. സോ 9 ഇടുക. മനസ്സിലായോ? നേരെ തിരിച്ച് സബ്സ്ട്രാക്ട് ചെയ്യുക. 3 - 2 എന്താണ്, 1 ആണ്, ആൻഡ് 1 ഈസ് കണക്റ്റഡ് ടു 9. ഇനി ഒബ്വിയസ്ലി ദിസ് വിൽ റെഡ്യൂസ് ബൈ 1 and becomes 4. സോ 4 - 3 1, 19 ഈസ് എ കറക്റ്റ് ആൻസർ. ഒരു എക്സാമ്പിളോട് ചെയ്ത് കാണിച്ചു തരാം. ലെറ്റ്സ് സേ വി ആർ ഡൂയിങ് 65 - 19. എന്ത് ചെയ്യുക, നേരെ റിവേഴ്സ് ചെയ്യുക. സോ 9 - 5 ചെയ്യുക. സോ വാട്ട് ഈസ് 9 - 5? 9 - 5 is 4. 4 ഈസ് കണക്റ്റഡ് ടു 6. ഇനി ഇവിടെ 1 കുറയ്ക്കുക, അപ്പോൾ എന്തായി, 5 ആയി. സോ 5 - 1 4, 46 ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി ലെറ്റ്സ് സേ വി ആർ ഡൂയിങ് 82 - 27. എന്ത് ചെയ്യുക, ജസ്റ്റ് റിവേഴ്സ് ഓർഡർ. 7 - 2 is 5. 5 is connected to 5. So this automatically becomes 7. So 7 - 2 5, 55 is the correct answer. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് എ സബ്സ്ട്രാക്ഷൻ യു വിൽ ബി ഏബിൾ ടു ഫിഗർ ഔട്ട് വാട്ട് ഈസ് എ കറക്റ്റ് ആൻസർ. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ലെറ്റ്സ് ഡു 83 - 29. So just subtract in the reverse order. So 9 - 3 is 6. 6 is connected to 4. So this reduces by 1 and becomes 7. 7 - 2 5, 54 is the correct answer. So as simple as that. So നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് we can do subtraction like this. Now let's proceed further. How can we multiply numbers really fast? ഇപ്പോൾ നമുക്ക് വളരെയധികം സമയം എക്സാമിന് എടുക്കുന്ന ഒരു സംഭവമാണിത്. നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്പേഴ്സ് എഴുതും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഫോർ എക്സാമ്പിൾ 12 × 13 ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്യുക, 3 × 2 6,
1 into 3 3, 1 into 2 2, 1 into 1 1. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വരിക? 6 5 1 156. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനും പിന്നെ ഒരു അഡീഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സേ വി ആർ ഡൂയിങ് 12 into 13. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് 2 digits. സോ വാട്ട് ഈസ് 1 into 1? 1 into 1 is 1. ഇനി ചെയ്യേണ്ടത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സോ 1 into 3 is 3, 1 into 2 is 2. Add ചെയ്ത് 3 plus 2 will get 5. Now the last step is multiply the last 2 digits. What is 2 into 3? 6. So 156 is the correct answer. Multiply the first 2, cross multiply and add, multiply the last 2. Now let's do 23 into 21. So what is the first step? Multiply the first 2 digits. 2 into 2, 4. Now cross multiply and add. So we'll get 2 plus 6, 8. Now multiply the last 2, 3 into 1, 3. 483 will be the correct answer. Now let's do one more. Let's do 24 into 21. First step, multiply the first 2 digits. 2 into 2, 4. Now cross multiply and add the digits. So 2 into 1 is 2, 4 into 2 is 8. 8 plus 2 gives you what? 8 plus 2 gives you 10, right? So whenever you are getting a 2-digit number, carry over the first digit to the left. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു 2-digit നമ്പർ കിട്ടി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുക. സോ നമുക്ക് 10 കിട്ടിയില്ലേ? 10നെ 1 എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട്. So we are going to write 10 like this. And the last step, 4 into 1, 4. So the answer is going to be 504. As simple as that. So whenever you are getting a 2-digit number, carry over the first digit to the left. അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റനോട് ചെയ്ത് നോക്കാം. Let's try doing 34 into 21. So the first step is 3 into 2, that is 6. Now cross multiply and add. So what will you get? 3 plus 8. What is 3 plus 8? 11. So we will write 11 like this. Then 4 into 1 is 4. So the answer is 714. Let's try one more. Let's try 52 into 24. So what is the first step? 5 into 2, 10. Now when we cross multiply add, we will get 20 plus 4, 24. Now the last step, 2 into 4, 8. So the answer is 1248. So we can answer the questions very simple. We can do the multiplications very fast, and we can reach at the correct answers using this technique in a short span of time. അപ്പോൾ നിങ്ങൾക്ക് 3-4 multiplication വന്നാലും once you practice it, you can just look at it, look at the number, and you can figure out what the answer is. Now proceeding further, what about the squares of numbers ending with 5? 5 will end ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയായിരിക്കും 25 സ്ക്വയർ എന്താണ്? 625. 35 സ്ക്വയർ എന്താണ്? 1225. 45 സ്ക്വയർ എന്താണ്? 2025. But 25 സ്ക്വയർ മോസ്റ്റ് ഓഫ് യു മൈ ബി നോയിങ്. പക്ഷേ 35 സ്ക്വയറോ അല്ലെങ്കിൽ 45 സ്ക്വയറോ അല്ലെങ്കിൽ 65 സ്ക്വയറോ അല്ലെങ്കിൽ 85 സ്ക്വയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ വി ആർ ഡൂയിങ് 35 സ്ക്വയർ. So if you find the square of any number ending with 5, that will always end with 25. അപ്പോൾ 35 സ്ക്വയർ 25 end ചെയ്യുക. 45 സ്ക്വയർ എന്തിൽ end ചെയ്യുക? 25 end ചെയ്യുക. 65 സ്ക്വയർ എന്തിൽ end ചെയ്യുക? അതും 25 end ചെയ്യുന്നത്. അപ്പോൾ 5 end ചെയ്യുന്ന ഏത് നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാലും അത് 25 ആയിരിക്കും end ചെയ്യുക. ഇനി അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 45 സ്ക്വയർ വേണം. ഓൾറെഡി end ചെയ്യുന്ന 25 ആണെന്ന് നമുക്കറിയാം. സോ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക 4. അതിന് തൊട്ടടുത്ത നമ്പർ എന്താണ്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഈസ് 4 into 5? 20. So the answer is going to be 2025. ഇനി 35 സ്ക്വയർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡിജിറ്റ് 3 എടുക്കുക, തൊട്ടടുത്ത നമ്പർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 4 എന്താണ്? 12. So 1225 is the correct answer. ഇനി 65 സ്ക്വയർ ആണെങ്കിൽ സെയിം തിങ്. Just pick the first digit and multiply it with the next number. 6 into 7, 42, right? So this is going to be 4225. So if you are finding the square of any number ending with 5, you can make use of this shortcut. You might be wondering if the number is more than 100 or 200, will this trick work? Obviously it will work. For example, നമ്മൾ 125 square ആണെന്ന് വിചാരിക്കുക. So this also ends with, this is the square of a number ending with 5. So this will end with 25 for sure. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക, that is 12, multiply it with the next number. What is that? 13. So what is 12 into 13? We can make use of that shortcut 156. So 15625 is the correct answer. So this is how we can find the squares of numbers ending with 5. So you in the exam, they will intentionally keep numbers ending with 5, and they will formulate the question in such a way that we have to find the square of it. അപ്പോൾ അവർ മനഃപൂർവ്വം ഈ 5 എന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് തരും നിങ്ങൾക്ക്.
and you have to make use of this shortcut, then only you can answer the questions within the time. അല്ലാതെ നിങ്ങൾ 25 to 25 എഴുതി അല്ലെങ്കിൽ 35 to 35 എഴുതി അത് കൂട്ടി വന്നു കഴിഞ്ഞാൽ you will lose lot of time and you will not be able to finish the questions within the time frame. അടുത്ത ട്രിക്ക് നോക്കാം. So what is funny with 9 and 11? ഈ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർ അത് അതേപോലെ തന്നെ മെമ്മറൈസ് ചെയ്യും. ചില ആൾക്കാർ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എസ്പെഷ്യലി ഒരു ട്രിക്ക് വെച്ചിട്ട് നമുക്കിത് എഴുതാൻ പറ്റും വേഗം. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നമ്പേഴ്സ് താഴേക്ക് എഴുതുക. 0 തൊട്ട് 0 1 2 3 4 5 6 7 8 9. ഇനി ചെയ്യേണ്ടത് എന്താണ്? 0 തൊട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് എഴുതിക്കേ. 0 1 2 3 4 5 6 7 8 9. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയില്ലേ? 9 18 27 36 45 54 63 72 81 and 90. So this is something which is a peculiarity of 9. ഇനി ഇത് കൂടാതെ മറ്റ് പല കാര്യങ്ങളും 9നെ പറ്റി പറയാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇത് 1 into 9 ആണ്, ഇത് 2 into 9 ആണ്, ഇത് 3 into 9 ആണ്, ഇത് 4 into 9 ആണ്, ഇത് 5 into 9 ആണ്. ശരിയല്ലേ? ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. So what is 1 minus 1? That is 0. What is 9 minus 1? So for example, let's say I am doing 2 into 9. That will make more sense. So what is 2 minus 1? That is 1. What is 9 minus 1? That is 8. Where number നോക്കാം. 4 into 9. What is 4 minus 1? That is 3. What is 9 minus 3? That is 6. So let's say we are doing 6 into 9. What is 6 minus 1? That is 5. What is 9 minus 5? That is 4. Now let's check whether it is true for 10 into 9. What is 10 minus 1? That is 9. What is 9 minus 9? That is 0. So this is a technique with which you can use and frame the multiplication table of 9. So whatever the number is, if you are multiplying a number with 9 or 99 or 999, you can make use of the same shortcut. For example, നിങ്ങൾക്ക് 46 into 99 ചെയ്യണമെന്ന് വിചാരിക്കും. All you need to do is just do 46 minus 1. എന്താ 46 minus 1? That is 45. What is 99 minus 45? That is 54. So 4554 is going to be the correct answer. As simple as that. Let's say we are doing 32 into 99. So what is 32 minus 1? That is 31. What is 99 minus 31? That is 68. So 3168 is going to be the correct answer. So we can multiply the numbers like this. For example, if I am doing 12 into 99. So what is 12 minus 1? That is 11. What is 99 minus 11? That is 88. So 1188 is going to be the correct answer. So we can multiply the numbers with 9, 99, 999, all these using this kind of shortcut. Now let's proceed further. Let's proceed with some mind exercises. How can we find the square root of numbers really fast? Numbers in the square root എങ്ങനെയാണ് വേഗം കണ്ടുപിടിക്കാൻ പറ്റുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1444? വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1369? വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് സംതിങ് എൽസ്? ഹൗ ക്യാൻ വി ഫൈൻഡ് ഇറ്റ് റിയലി ഫാസ്റ്റ്? നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? എന്തായാലും നിങ്ങളുടെ എക്സാമിന് ഇൻ ബിറ്റ്വീൻ നിങ്ങളൊരു സ്ക്വയർ റൂട്ടോ ക്യൂബ് റൂട്ടോ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? So I'll give you a technique with which you can find the square root of a number. For example, I am finding the square root of 1444. So നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 1444 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 അല്ലേ? So എന്തിൻ്റെ സ്ക്വയർ ആണ് 4ൽ എൻഡ് ചെയ്യുക? So if you look at the squares of numbers like 2 square, 3 square, 4 square, 5 square, 6 square, 7 square, 8 square, 9 square. ഇപ്പോൾ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആണ് 4ൽ എൻഡ് ചെയ്യുന്നത്? So 2 square is 4, 8 square is 64. ശരിയല്ലേ? It's correct, right? So I'm just writing the squares of numbers starting from 1. 1 square, 2 square, 3 square, 4 square, 5 square, 6 square, 7 square, 8 square, 9 square, and 10 square. So 1 square is 1, 2 square is 4, 3 square is 9, 4 square is 16, 5 square is 25, 6 square is 36, 49, 64, 81 and 100. So this is a square of a number ending with what? So this number ends with 4. So this is a square of a number ending with either 2 or 8. കാരണം 2ൽ എൻഡ് ചെയ്യുന്ന ഏത് നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4ലല്ലേ എൻഡ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ 12, 22, 32, 42, 52 ഇതൊക്കെ എടുത്ത് നോക്കുക. അതിൻ്റെയൊക്കെ സ്ക്വയർ എന്തിലേ എൻഡ് ചെയ്യുള്ളൂ?
കാരണം 52 into 52 ചെയ്യുമ്പോൾ എന്താ വരിക? 52 into 50 ചെയ്യുമ്പോൾ 2 into 2 4 അല്ലേ ലാസ്റ്റ് ഡിജിറ്റ് വരിക. അതേപോലെ തന്നെ 8ൽ എന്ത് ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുക? 18, 28, 38, 48, 58 ഇതിൻ്റെയൊക്കെ സ്ക്വയേഴ്സ് എടുക്കുമ്പോൾ എന്ത് പറ്റും? 8 into 8 64 ആണ്. ആ 4 അല്ലേ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരിക. So if the square of a number is ending with 4, the square root is having a unit digit of either 2 or 8 for sure. The square root endile end cheyna 2 lo 8 lo aayirikkum. There is no doubt in that. Now cut the last two digits. What is the number remaining? 14 is a number remaining, correct? Edu number remain cheyna 14 aanu. Now search for the square of a number which is just less than 14. 14 ne thottu thaane irikkunna square. Adu aarude square aanu? 14 ne thottu thaane irikkunna square nammal ivide nokkumbom 3 inde square alle. So square of a number which is just less than 14 is going to be 3 square. So your answer's first digit is going to be 3. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഒന്നെങ്കിൽ 32 അല്ലെങ്കിൽ 38 ആയിരിക്കും for sure. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ലാസ്റ്റ് ഡിജിറ്റ് ഫിക്സ് ചെയ്തു ഡിപ്പെൻഡിങ് അപ്പോൺ ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ. So this number is ending with 4. So this is the square of a number ending with either 2 or 8 for sure. ഇനി നമ്മൾ എന്ത് ചെയ്തു? We cut the last two digits. What is the number remaining? 14 is a number remaining. We are searching for a number whose square is just less than 14. 14 ന്റെ തൊട്ട് താഴെ ഇരിക്കുന്ന നമ്പർ സ്ക്വയർ 6 നമ്പർ ആണ്. 3 ന്റെ സ്ക്വയർ ആണ്. പറഞ്ഞാൽ 4 ന്റെ സ്ക്വയർ 16. ഇതിന്റെ മുകളിൽ കയറി പോകും. അപ്പം ഇതിന് തൊട്ട് താഴെ ഇരിക്കുന്ന സ്ക്വയർ 3 ന്റെ ആണ്. സോ യുവർ ആൻസർ ഈസ് ഐദർ 32 or 38 ഫോർ ഷുവർ. ഇനി നമ്മളിത് എങ്ങനെ ഉറപ്പിക്കും? 32 ആണോ 38 ആണോ എന്ന് എങ്ങനെ അറിയും? 35 സ്ക്വയർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ 35 സ്ക്വയർ? 3 into 4 1225. 35 സ്ക്വയർ എന്ന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡിജിറ്റ് 3 തൊട്ടടുത്ത നമ്പർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 4 12 25. ഇനി ഈ നമ്പർ നോക്കിയേ, ഇത് 1225 കൂടുതലാണോ കുറവാണോ? നമുക്കറിയാം 35 സ്ക്വയർ ആണ് 1225. സോ ദിസ് നമ്പർ ഇസ് മോർ ദാൻ ദാറ്റ് ഓർ ലെസ് ദാൻ ദാറ്റ്? ഈ നമ്പർ 35 സ്ക്വയറിലും കൂടിയ നമ്പർ അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും 32 സ്ക്വയർ ആവുമോ? ആവില്ല. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? 38 ആയിരിക്കും. ഞാൻ ഒരു നമ്പറോടെ കാണിച്ചു തരാം സോ ദാറ്റ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. സോ ലെറ്റ്സ് സേ ഐ എം ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1369. So what is the unit digit of this number? 9. So this is a square of a number ending with, what square is ending with 9? 3 square and 7 square ends with 9. So this is a square of a number ending with either 3 or 7. Next step, cut the last two digits. What is the square of a number just less than this? 13 തൊട്ട് താഴെ ഇരിക്കുന്ന സ്ക്വയർ അറിയാം. 3 ന്റെ സ്ക്വയർ ആണ്. That is 9. So 3. Now what we know that 35 square is 1225. Obviously this number is more than this, so we'll select it is not 33, it is going to be 37. കാരണം 33 സ്ക്വയർ 35 സ്ക്വയറിലും താഴെയല്ലേ നിൽക്കുകയുള്ളൂ. ഈ നമ്പർ എന്താണ്? 35 സ്ക്വയറിലും കൂടുതലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് 37 ആയിരിക്കും. സോ 37 ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലെറ്റ്സ് സേ ഐ നീഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 4225. So this is a number ending with 5 അല്ലേ? So what square is ending with 5? 5ൽ എൻഡ് ചെയ്യുന്ന സ്ക്വയർ ആരെയാണ്? 5ന്റെ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഒരു കൺഫ്യൂഷൻ, ഒരു മാർഗ്ഗമില്ല. So this is a number ending with 5 for sure. Now cut the last two digits. What is the number remaining? 42. Search for the square of a number just less than 42. And that is, what is the square of a number just less than 42? That is 6. So your answer is 65 for sure. അപ്പോൾ 5ൽ നമ്പർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ there is no confusion at all. We can directly say that the unit digit is 5 and the number before that is 6 for sure. Okay. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ട്രയൽ നോക്കാം. ഫോർ എക്സാമ്പിൾ, what is 81 square? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 8 into 8 is 64. Then 8 into 1 is 8. 8 into 1 is 8. 8 plus 8, 16. So 6, 5, 6, 1. Now let's find the square root of 6561 and let's check whether we are getting the same answer. So what is the unit digit? That is 1. So what square is ending with 1? That is 9 or 1. Now cut the last two digits. What is the number remaining? 65. So search for the square of a number just less than 65. So what square is just less than 65? 8 square, that is 64. So your answer's first digit is 8. Now we know that 85 square is, what is 85 square? 8 into 9, 7225. Now this number is less than 85 square, so obviously it is not 89, it is 81. So square root is going to be 81 for sure. As simple as that. Okay, let's proceed. Now what I am going to talk about is the divisibility rules.
അപ്പോൾ നമുക്ക് ഒരു നമ്പർ വേഗം 2 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ, അല്ലെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് വേഗം ചെക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് divisibility rule of 3 and 9. So what is the divisibility rule of 3? The digit sum. എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഒരു നമ്പർ വന്നു 4 1 2 3. ഇത് നമ്മൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 + 1 5, 5 + 2 7, 7 + 3 10. 10 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. സോ ദാറ്റ് മീൻസ് ദിസ് നമ്പർ ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇനി വേറൊരു നമ്പർ നോക്കാം. 5 2 2. I need to check whether this is divisible by 3 or not. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? Add all the digits. So we'll get 5 + 2 7, 7 + 2 9. 9 is divisible by 3. That means all digit is divisible by 3. The same rule is applicable for 9 also. അപ്പോൾ 9 നമ്മൾ എന്താ ചെയ്യുക? ഡിജിറ്റ് സം തന്നെ ചെയ്യുക. എന്ത് ചെയ്യുക? നമ്പർ എടുക്കുക, ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. സോ ഈ 522 എന്ന് നോക്കാം. സോ 5 + 2 + 2 is 9. 9 is divisible by 9. So the all digit is divisible by 9. So we'll use a digit sum technique for checking whether a number is divisible by either 3 or 9. Now what is the divisibility rule of 2? The digit must be even. Even numbers are all divisible by 2. ഏത് even number എടുത്താലും എന്താണ്? 2 കൊണ്ട് divisible ആണ്. Now what is the rule of 4 and 8? ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. So if the last two digits is divisible by 4, the all digit is divisible by 4. Now what is funny about 8? If the last 3 digits is divisible by 8, the all digit is divisible by 8. For example, നമുക്കൊരു നമ്പർ വന്നു 5 6 7 9 2 8 1 2 8 0 0. ഈ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണോ? അല്ല. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ചെക്ക് ദ ലാസ്റ്റ് 3 digits. 800. 800 is divisible by 8. So the all digit is divisible by 8. ഇനി വേറെ നമ്പർ നോക്കാം. 4 2 1 2 4 0. ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചു. ആണോ? So for checking whether a number is divisible by 4, just check the last two digits. Last two digits എന്താണ്? 40 ആണ്. So if 40 is divisible by 4, so the all digit is divisible by 4. So I think that is clear. So for checking the divisibility rule of 4, we'll check the last two digits. 8, we'll check the last 3 digits. ഇനി ഇത് നോക്കിയേ 5 ഉം 10 ഉം. So last digit 0 5 ആണെങ്കിൽ ഏത് ഡിജിറ്റും ആയിക്കോട്ടെ, ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആണെങ്കിൽ it is divisible by 5. Last digit 0 ആണെങ്കിൽ it is divisible by 10. Now, how can we check the divisibility rule of 6? If a number is divisible by both 3 and 2, it will be divisible by 6. അപ്പോൾ ഒരു നമ്പർ 3 കൊണ്ടും 2 കൊണ്ടും divisible ആണെങ്കിൽ അതെന്താണ്? 6 കൊണ്ട് divisible ആണ്. 3 ന്റെ divisibility rule എന്തായിരുന്നു? The digit sum അല്ലേ? digit sum എടുക്കുമ്പോൾ 3 കൊണ്ട് divisible ആണെങ്കിൽ it is divisible by 3. നമ്പർ ഈവൻ ആണെങ്കിൽ it is divisible by 2. ഇത് രണ്ടും ആണെങ്കിൽ it is divisible by 6. അതേപോലെ തന്നെ 12 നോക്കി. If a number is divisible by both 3 and 4, it will be divisible by 12. അപ്പോൾ 3 ന്റെ divisibility rule എന്താണ്? The sum of the digits must be divisible by 3. 4 ന്റെ divisibility rule എന്താണ്? The last two digits must be divisible by 4. അപ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ it is divisible by 12. ഇനി ആകെ ഒരെണ്ണം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ, the divisibility rule of 11. സോ അത് നമ്മൾ ബാക്കി നമ്പേഴ്സിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ദറ്റ്. സോ ലെറ്റ്സ് സേ വി ഹാവ് എ നമ്പർ ദാറ്റ് ഈസ് 1 3 3 1 2 2. ഒരു നമ്പർ വന്നു 1 3 3 1 2 2. എനിക്കിത് 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് അറിയണം. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പിക്ക് ദ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് ആൻഡ് ഫൈൻഡ് ദ സം. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് എടുക്കുക, അതിൻ്റെ സം എടുക്കുക. അപ്പോൾ എന്താ വരിക? 1 + 3 + 2 ദാറ്റ് ഈസ് 6. ജസ്റ്റ് പിക്ക് ദ റിമൈനിങ് ഡിജിറ്റ്സ് ആൻഡ് ഫൈൻഡ് ദ സം, ദാറ്റ് ഈസ് ഓൾസോ 6. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സം എടുത്തു 6, റിമൈനിങ് ഡിജിറ്റ്സിൻ്റെ സം എടുത്തു, അതും എന്താണ്? 6 ആണ്. ഇനി അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, എന്താണത്? 0 ആണ്. സോ ഇഫ് ഇറ്റ് ഇസ് 0, the all digit is divisible by 11. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് എടുക്കൂ, സം എടുക്കൂ, ബാക്കിയുള്ള ഡിജിറ്റ്സ് എടുക്കൂ, സം എടുക്കൂ, ഡിഫറൻസ് എടുക്കൂ. ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് 0 or a number divisible by 11, the all digit will be divisible by 11. So these are the divisibility rule of any number starting from 2 to 12. If you need to fix it, you can make use of these rules. Now, I just want to tell you one thing. Suppose there is a question like this. What is the remainder when 36193 into 42797 into 56893 is divided by 9? So ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണോ? പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? There is a shortcut, there is a technique. അപ്പോൾ ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ,
To check what is the remainder when you divide a number by 9, all you need to do is just add the digits. Digits add ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ ആയി. അപ്പോൾ ഈ ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3 plus 6 is 9, 9 plus 1 10, 10 plus 9 19, 19 plus 3 എന്താ? 20, 21, 22. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 22നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഈ മൊത്തം നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. The same is applicable for 3 also. ആ മൊത്തം നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. അതേപോലെ തന്നെയാണ് 9ഉം. എന്ത് ചെയ്യുക? മൊത്തം ഡിജിറ്റ്സും ആഡ് ചെയ്യുക, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ എടുക്കുക. അപ്പോൾ മൊത്തം ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? 22 കിട്ടി. 22നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ റിമൈൻഡർ? 4 അല്ലേ? സോ ഇഫ് യു ഡിവൈഡ് ദിസ് നമ്പർ ബൈ 9, the remainder will be 4. അതേപോലെ സോ ലെറ്റ്സ് സേ ദിസ് നമ്പർ, ഇതിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്പേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. സോ 4 plus 2 is 6, 6 plus 7 13, 13 plus 9 22 plus 7 30. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇനി ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നിങ്ങൾ 9s ക്ലബ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ 7 plus 2 എന്താണ്? 9 എലിമിനേറ്റഡ്. 9 ഇവിടെ കിടപ്പുണ്ട്, എലിമിനേറ്റഡ്. 7 plus 2 9 എലിമിനേറ്റഡ്. അപ്പോൾ എക്സ്ട്രാ എന്താ ഉള്ളൂ? 2 ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ റിമൈൻഡർ വെൻ യു ഡിവൈഡ് ദിസ് ബൈ 9. അതേ സെയിം ടെക്നിക്ക് ഇവിടെ ഉപയോഗിക്കുക. എപ്പം 9 കിട്ടിയില്ല അത് എലിമിനേറ്റ് ചെയ്ത് കളയുക. സോ 6 plus 3 9 എലിമിനേറ്റഡ്, 9 എലിമിനേറ്റഡ്, 8 plus 1 9 എലിമിനേറ്റഡ്. സോ എക്സ്ട്രാ എന്താ ഉള്ളത്? 4 ആണുള്ളത്. ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ റിമൈൻഡർ എന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ എന്ത് കണ്ടുപിടിച്ചു? ഓരോ നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ റിമൈൻഡേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 16 into 2 32 and then divide 32 by 9. So what will you get? 9 into 3 27. So ultimately the remainder is going to be 5. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, എത്ര നമ്പേഴ്സ് വേണമെങ്കിലും വന്നോട്ടെ, so just find the remainder when you divide each of the number and then add or subtract. So here we are multiplying the numbers. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ റിമൈൻഡർ? ഓരോ നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കുക, ആ റിമൈൻഡേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതിപ്പോൾ അഡീഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, അഡീഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ റിമൈൻഡേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. സോ എന്ത് കിട്ടും? 8 plus 2 10, 10 by 9 remainder is 1. So ultimately the remainder is going to be 1. So these are the this is something which we can make use of in dividing a number by 9 and also while dividing a number by 3. So thank you so much for listening. So these are some techniques which are very useful while doing calculations in your aptitude exam. So hope you all enjoyed the session. Thank you so much.